വേനൽ ആരംഭത്തിൽ തന്നെ എത്തിയ അതിതീവ്ര ഉഷ്ണതരംഗം യൂറോപ്പിൽ 14,000 പേരുടെ മരണത്തിനിടയാക്കിയതായി റിപ്പോർട്ട്. യൂറോപ്പിലെ മരണനിരക്ക് രേഖപ്പെടുത്തുന്ന യൂറോമോമോ 24ഓളം രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ജൂൺ 28-ന് അവസാനിച്ച ഒരാഴ്ചയിൽ 14,260 മരണങ്ങൾ രേഖപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 12,000-ൽ ഏറെ പേർ 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരായിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മൊത്തം 84,583 മരണങ്ങളായിരുന്നു ആ ആഴ്ച മാത്രം രേഖപ്പെടുത്തിയത്. ഏതായാലും തുടർന്നുള്ള ആഴ്ചകളിൽ മരണനിരക്ക് കുറവായിരുന്നു. നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെ വെന്തരിച്ച ഉഷ്ണതരംഗമാണ് സാധാരണയിൽ അധികമായി മരണനിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയതെന്ന് യൂറോമോമോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഡെൻമാർക്കിലെ സ്റ്റേറ്റൻസ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് വക്താവ് പറയുന്നു. നിലവിൽ മരണം ഇത്രയധികം വർദ്ധിക്കാൻ മറ്റൊരു കാരണമില്ലെന്നും വക്താവ് ചൂണ്ടിക്കാണിച്ചു. ഏതെല്ലാം രാജ്യങ്ങളിൽ എത്ര വീതമാണ് അധിക മരണങ്ങൾ നടന്നതെന്ന കണക്ക് യൂറോമോമോ പുറത്തുവിട്ടിട്ടില്ല. UK-യിൽ ഏകദേശം 2,700 പേർ അമിത താപവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരണമടഞ്ഞതായി മെറ്റ് ഓഫീസ് അറിയിച്ചിരുന്നു. മെയ് ജൂൺ മാസങ്ങളിലായി ഇംഗ്ലണ്ടിലും വെയിൽസിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗ കാലത്തെ കണക്കുകളാണിത്. ഇതിൽ 550 മരണങ്ങൾ മെയ് അവസാന വാരത്തിലും 2,200 മരണങ്ങൾ ജൂൺ അവസാന വാരത്തിലുമാണ് നടന്നത്. പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജലവിതരണം തടസ്സപ്പെട്ട മറ്റൊരു സംഭവമുണ്ടായി. ജലവിതരണം നടത്തുന്ന പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പടിഞ്ഞാറൻ ലണ്ടനിലെ ആയിരക്കണക്കിന് വീടുകളിൽ ചൊവ്വാഴ്ച മണിക്കൂറുകളോളം ജലവിതരണം തടസ്സപ്പെട്ടു. ചിസ്വിക്കിലെ W4 പ്രദേശത്തെ വീടുകളിലാണ് ഇത്തരത്തിൽ വൈകിട്ട് 7:30-യോടെ ജലവിതരണം തടസ്സപ്പെട്ടത്. തുടർന്ന് ഈ പ്രശ്നം ഷെപ്പേഴ്സ് ബുഷ്, വൈറ്റ് സിറ്റി, ആക്ടൺ തുടങ്ങിയ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ മണിക്കൂറുകളോളം കുളിക്കാനോ കൈ കഴുകാനോ എന്തിനധികം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ കഴിയാതെ മണിക്കൂറുകളോളം തന്നെ പ്രദേശവാസികൾക്ക് ദുരിതമനുഭവിക്കേണ്ടി വന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. പ്രദേശത്തെ ഒരു പൈപ്പ് പൊട്ടിയതാണ് ജലവിതരണം തടസ്സപ്പെടാൻ പ്രധാന കാരണമാക്കിയതെന്ന് തേംസ് വാട്ടർ ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നു. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ആ ആക്ടൺ ലൈനിൽ പൈപ്പിലെ പൊട്ടൽ കണ്ടെത്തിയത്. പലയിടങ്ങളിലും കുറഞ്ഞ മർദ്ദത്തിൽ ജലമെത്തിയപ്പോൾ ചില പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ആക്ടൺ ലൈനിൽ റോഡിലും വെള്ളം നിറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേടുപാടുകൾ തീർക്കുന്ന ജോലി രാത്രി ഏറെ വൈകിയും ചെയ്ത് W3-യിൽ ചില വീടുകളിൽ രാത്രി 11 മണിയോടെ തന്നെ വെള്ളമെത്തിക്കാൻ കഴിഞ്ഞതായി വാട്ടർ കമ്പനി അറിയിച്ചു. വരുന്ന തിങ്കളാഴ്ചയോടെ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെ കേടുപാടുകൾ തീർക്കുന്ന ജോലി പൂർത്തിയാക്കും എന്നാണ് തേംസ് വാട്ടർ അറിയിച്ചിരിക്കുന്നത്.